ചരിത്രം അറിയാത്തവനെ ചരിത്രം പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ. ചരിത്രത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളോട് മുഖം തിരിച്ചും നൈമിഷിക ആസ്വാദനങ്ങൾക്ക് പരവതാനി പിരിച്ചും ആത്മാഭിമാനം വെച്ച് കീഴടങ്ങിയ നമ്മെ ചരിത്രം ഇന്നും പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നാം പാഠം ഉൾക്കൊള്ളുന്നുവില്ലെന്ന് മാത്രം. പരശതം പുണ്യപ്രവാചകന്മാർ അന്തിയുറങ്ങുന്നതും ഐതിഹാസികമായ അനൽപ്പം മഹാചരിത്രങ്ങളുടെ സംഗമ കേന്ദ്രവുമായ ബൈത്തുൽ മുഖദ്ദസിൻ്റെ പുണ്യഭൂമി ഇന്ന് ജൂത നിന്ദയുടെ കൂർത്ത മിസൈൽ മുനകൾക്കടിയിൽപ്പെട്ട് വേപത് കൊള്ളുകയാണ്. ലോകത്ത് നിയോഗിതരായ മുഴുവൻ പ്രവാചകന്മാരുടെയും വിശിഷ്ട അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പാദസ്പർശനം കൊണ്ടും സാഷ്ടാംഗം കൊണ്ടും അനുഗ്രഹീതമായ മസ്ജിദുൽ അഖ്സയും വേദനയോടെ ഒഴുകുന്നുണ്ടാവും. സഹതാപത്തിൻ്റെ കണ്ണുനീർ ഈ അനാഥത്വത്തിൻ്റെ അവഹേളനയുടെ കയ്പ് പുരണ്ട സമകാലിക സാഹചര്യത്തിൽ കാലങ്ങളോളം ക്രിസ്ത്യാനികളുടെ അധീനതയിലായിരുന്ന ബൈത്തുൽ മുഖദ്ദസിനെ ഈമാൻ എന്ന വജ്രായുധം കൊണ്ട് ജീവാർപ്പണം നടത്തി കീഴടക്കുക വഴി ലോക മുസ്ലിം ഉമ്മത്തിന് യശസ്സും അന്തസ്സും തിരികെ തന്ന സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി എന്ന ധീരയോദ്ധാവിനെ അനുസ്മരിക്കാൻ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഇസ്ലാമിൻ്റെ അജയ്യതയുടെ തെളിവാണ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി. കുർദ് വംശത്തിൽപ്പെട്ട ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് സലാഹുദ്ദീൻ ബൈത്തുൽ മുഖദ്ദസിൻ്റെ ജേതാവും ഇസ്ലാമിക ലോകത്തിൻ്റെ സംരക്ഷകനുമായി വളർന്നു വന്നു. 532 ക്രിസ്താബ്ദം 1137 ഇറാഖിലെ തിക്രിദ് കോട്ടയിലായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്നു ഈ കോട്ടയുടെ അധിപൻ. ഇമാം അബു ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹുയുടെ നെടുനായകത്വത്തിൽ ജന്മമെടുത്ത മതപരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ തണലിൽ വളർന്നു വന്ന അനേകം ചരിത്ര പുരുഷന്മാരിൽ ഒരാളായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബി. അദ്ദേഹം വിശ്വാസ പ്രമാണങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തിയിരുന്നു. ജമാഅത്ത് നിസ്കാരം നിർവഹിക്കുകയും ഖുർആൻ കേൾക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നുവെന്നതാണ് ചരിത്രം. ശത്രുക്കളോട് പോലും കരുണ കാണിക്കുന്ന ലോലഹൃദയനായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബി. ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടാൽ അദ്ദേഹത്തിൻ്റെ നയനങ്ങൾ നിറഞ്ഞൊഴുകുമായിരുന്നു. തൻ്റെ ഭരണകാലത്ത് രാജഗുണങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരുന്ന നീതിയും പ്രജാവാത്സല്യവും തൻ്റെ ഭരണത്തിൻ്റെ അടിത്തറയാക്കിയ അദ്ദേഹം സമൂഹ സമുദ്ധാരണത്തിനായി തൻ്റെ നയങ്ങൾ മാറ്റിവെച്ചു. അദ്ദേഹത്തിൻ്റെ സ്വഭാവ മഹിമയായ ഫലസ്തീൻ ചരിത്രകാരനായ ഡോക്ടർ താരിഖ് സുബൈദാർ വർണ്ണിക്കുന്നത് കാണുക. സുന്ദരമായ സ്വഭാവത്തിൻ്റെയും സുഗന്ധവായിയായ സംസാരത്തിൻ്റെയും ഉടമ. തൻ്റെ മുമ്പിൽ ആരെപ്പറ്റിയും മോശമായ സംസാരം അനുവദിച്ചിരുന്നില്ല. പരദൂഷണവും ഏഷണിയും നിരാകരിച്ചു. നല്ലതു മാത്രം പറഞ്ഞു, നല്ലതു മാത്രം എഴുതി. അതായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബി. കരുണയുടെയും ഉദാരതയുടെയും നിത്യപ്രതീകമായിരിക്കെ തന്നെ ധീരനും കരുത്തനുമായ പോരാളിയായിരുന്നു അദ്ദേഹം. അതുല്യമായ ഈ മനക്കരുത്തും ഉദാത്തമായ ലക്ഷ്യബോധവുമാണ് സ്വന്തം നാടും വീടും കുടുംബവും ഉപേക്ഷിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നീതിക്ക് വേണ്ടി പോരാടുന്നതിൽ ജീവിതം ഒഴിഞ്ഞുവെക്കാൻ അദ്ദേഹത്തെ സന്നദ്ധനാക്കിയത്. സർവ്വസുഖങ്ങളും ആസ്വദിച്ച് കൊട്ടാരമെത്തയിൽ കഴിച്ചു കൂട്ടേണ്ട ജീവിതത്തിൻ്റെ സിംഹഭാഗവും തമ്പുകളിലായിരുന്നു അദ്ദേഹം ചെലവഴിച്ചത്. അങ്ങനെയൊരു കാലഘട്ടത്തിലൂടെയാണ് സലാഹുദ്ദീൻ അയ്യൂബി കഴിഞ്ഞതെന്ന് പഠിക്കുമ്പോൾ ആ ജീവിതത്തിൻ്റെ മഹത്വം നമുക്ക് എളുപ്പം ഗ്രാഹ്യമാകും. ദുർബലരോടുള്ള അദ്ദേഹത്തിൻ്റെ കനിവ് വിഖ്യാതമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളോടും കുട്ടികളോടും വൃദ്ധരോടും. ഒരു പട്ടണം ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിൻ്റെ പ്രവേശന കവാടത്തിൽ ചെന്ന് നിൽക്കും. ഭയന്നോടി പോകുന്ന ശത്രുക്കളുടെ കൂട്ടത്തിൽ ദരിദ്രരോ വൃദ്ധരോ സ്ത്രീകളോ കുട്ടികളോ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുകയും അവരോട് ദയയോടും സഹിഷ്ണുതയോടും കൂടി പെരുമാറുകയും ചെയ്യുമായിരുന്നു മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി. ധൂർത്തും ആഡംബരവും ഭരണാധികാരിയുടെ നിർബന്ധ ബാധ്യതയെന്നോണം അങ്ങേയറ്റം പ്രാപിച്ച ഒരു കാലത്ത് വിരക്തിയുടെയും ലാളിത്യത്തിൻ്റെയും ജീവിതമായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബി നയിച്ചിരുന്നത്. രാജാക്കന്മാരുടെ അനാവശ്യ പ്രൗഢിയും ഗാംഭീര്യവും വെടിഞ്ഞ അദ്ദേഹം യഥാർത്ഥ ജനസേവകനായി ഭരണം നടത്തി. ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരോടല്ലാതെ വിശ്വാസത്തിൻ്റെ പേരിൽ ആരോടും അദ്ദേഹം അതിക്രമം കാണിച്ചില്ല. അഥവാ അഭിമാനകരമായി നിലനിൽക്കാൻ വേണ്ടി മാത്രം ചെറുത്തുനിന്നു. ജനങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തിയില്ല. അതിൽ ബലാത്കാരമോ സമ്മർദ്ദമോ നടത്തിയതുമില്ല.
കൊലയും രക്തച്ചൊരിച്ചിലും അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. വിജയം നേടിയാൽ പിന്നെ കരുണയും ദയയും കാണിക്കും, ബന്ധസ്ഥരെ വിട്ടേക്കും, അവരോട് വിട്ടുവീഴ്ച കാണിക്കും. ഇതെല്ലാമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങൾ. മറിച്ച് യൂറോപ്പിൽ പ്രചരിക്കപ്പെടുന്നത് പോലെ കഠിന മർദ്ദകനും രക്തദായുമായിരുന്നില്ല സലാഹുദ്ദീൻ അയ്യൂബി. ആധുനിക ഇസ്ലാമിക ചരിത്രത്തിൽ ഹിത്തീൻ യുദ്ധത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നൂറ്റാണ്ടുകൾ കൊണ്ട് മുസ്ലിങ്ങൾക്ക് സാധിക്കാതെ പോയ ഖുദ്സ് വിമോചനം സലാഹുദ്ദീൻ അയ്യൂബിൻ്റെ നേതൃത്വത്തിൽ സാധ്യമാക്കിയത് ഈ യുദ്ധത്തിലൂടെയായിരുന്നു. 12,000 പടയാളികൾ മാത്രമേ ആ ദിവസം സലാഹുദ്ദീൻ അയ്യൂബിൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ശത്രുപക്ഷത്താവട്ടെ 63,000 കുരിശ് പോരാളികളും. എങ്കിലും നിർണായകമായ സംഘട്ടനത്തിൽ അവരെ നേരിടുന്നതിൽ നിന്ന് സലാഹുദ്ദീൻ അയ്യൂബിനെ ഇത് പിന്തിരിപ്പിക്കുകയുണ്ടായില്ല. രാത്രിയായിരുന്നു ഇരു സൈന്യങ്ങളും ഹിത്തീനിൽ സന്ധിച്ചത്. അതിനാൽ അടുത്ത ദിവസം പ്രഭാതത്തിൽ യുദ്ധം തുടങ്ങി. ഹിജ്റ 583 റബീഉൽ അവ്വൽ 24 വെള്ളിയാഴ്ച ക്രിസ്താബ്ദം 1187 ജൂലൈയിലായിരുന്നു അത്. 2 ദിവസം ഘോരമായ യുദ്ധം തുടർന്നു. സലാഹുദ്ദീൻ അയ്യൂബിൻ്റെ യുദ്ധതന്ത്രങ്ങളും മുസ്ലിം പോരാളികളുടെ ശക്തമായ വീര്യവും ശത്രുക്കളുടെ മനോവീര്യം ആടെ തകർത്തു. അവർക്ക് ചുറ്റും മുസ്ലിം സൈന്യം ഏർപ്പെടുത്തിയ ഉപരോധവും അവരെ തളർത്തി. യുദ്ധാവസാനം ക്രിസ്ത്യൻ രാജാവിൻ്റെ തമ്പും അതിന് സംരക്ഷണമൊക്കിയിരുന്ന ജീവൻ മരണ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടിരുന്ന കുറച്ച് സൈനികരും മാത്രമേ ശത്രുപക്ഷത്തുണ്ടായിരുന്നുള്ളൂ. മുസ്ലിം സൈന്യം തന്ത്രപരമായി കൂടാരം തകർത്തതോടുകൂടി കുരിശു പോരാളികളുടെ നിശ്ചയദാർഢ്യം പാടെ തകർന്നു. കൂടാരം തകർന്നത് കണ്ടപ്പോൾ സന്തോഷാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി അള്ളാഹുവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്തു. മഹത്തായ ഈ വിജയത്തിനു ശേഷം ഹിത്തീനിൽ സലാഹുദ്ദീൻ ഒരു കൂടാരം നിർമ്മിക്കുകയും അള്ളാഹുവിന് നന്ദി കാണിച്ചുകൊണ്ട് രാത്രി മുഴുവൻ നിസ്കരിച്ചും പ്രാർത്ഥിച്ചും അതിൽ കഴിച്ചുകൂട്ടി. പിന്നീട് അദ്ദേഹം സൈന്യത്തോടൊപ്പം അസ്കലാനിലേക്ക് പോവുകയും അവിടെ യുദ്ധം നിയന്ത്രിക്കുകയും ചെയ്തു. 2 മാസത്തിനുള്ളിൽ അക്കായും നാസിറയും ഹൈഫയും നാബൂളും യാഫയും ബൈറൂത്തും ബത്ലഹേമും റംലയും മറ്റു പല നഗരങ്ങളും മുസ്ലിങ്ങൾ കീഴടക്കി. 12,000 കവിയാത്ത ഒരു ചെറു സംഘം സൈനികർക്ക് എങ്ങനെയാണ് സർവായുധ വിശൂപിതരായ 63,000 വരുന്ന വൻ സൈന്യത്തെ ജയിച്ചടക്കാൻ കഴിഞ്ഞതെന്ന് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഈ സമയം ക്രിസ്ത്യാനികൾ ബൈത്തുൽ മുഖദ്ദസിൽ ധാരാളം ഉണ്ടായിരുന്നു. അവർക്ക് യൂറോപ്പിൽ നിന്ന് സഹായങ്ങൾ എത്തിക്കൊണ്ടിരുന്നു. അതിനാൽ ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചെടുക്കാൻ സലാഹുദ്ദീൻ അയ്യൂബി വൻ ഒരുക്കങ്ങൾ തുടങ്ങി. ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഒരു ഭാഗം കുതിരപ്പടയാളികൾക്കുള്ള താമസ സ്ഥലവും മറ്റൊരു ഭാഗം സമ്പാദ്യങ്ങൾ സൂക്ഷിക്കാനുള്ള സ്ഥലവും 3-ാം ഭാഗം കുതിരപ്പന്തിയുമാക്കി മാറ്റി ആ പുണ്യഭൂമിയുടെ വിശുദ്ധി അവർ കളങ്കപ്പെടുത്തിയിരുന്നു. സലാഹുദ്ദീൻ അയ്യൂബി ആദ്യമായി ചെയ്തത് ബൈത്തുൽ മുഖദ്ദസിലെ ക്രൈസ്തവ ഭരണകൂടത്തിന് പുറമെ നിന്ന് എത്തുന്ന സഹായങ്ങൾ തടയാൻ വേണ്ടി സൈന്യത്തെ പറഞ്ഞേക്കുകയായിരുന്നു. അതിനുശേഷം ഒരു സംഘം സൈന്യവുമായി അദ്ദേഹം ബൈത്തുൽ മുഖദ്ദസിലേക്ക് നീങ്ങി. വിവരമറിഞ്ഞ് 60,000 കുരിശ് പോരാളികൾ ബൈത്തുൽ മുഖദ്ദസിൽ പട്ടണ ഭിത്തികളുടെ സുരക്ഷാ കാവലിൽ ഒത്തുകൂടി. ക്രിസ്താബ്ദം 1187 സെപ്റ്റംബർ 20 ഹിജ്റ 583 റജബ് മധ്യത്തിൽ സലാഹുദ്ദീൻ അയ്യൂബി ബൈത്തുൽ മുഖദ്ദസിലെത്തി പട്ടണത്തിന് ചുറ്റും ശക്തമായ ഉപരോധം ഏർപ്പെടുത്തി. പിന്നീട് പട്ടണഭിത്തി മീഞ്ചനിക് കല്ലുകൾ തൊടുത്ത് വിട്ട് ഭിത്തികൾ തകർക്കുകയോ തീയുണ്ടകൾ പായിച്ച് പട്ടണത്തിന് തീ കൊളുത്തുകയോ ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരുതരം വലിയ കവണയാണ് മീഞ്ചനിക്. അതുപയോഗിച്ച് തകർക്കാൻ ശ്രമിച്ചു. ഖുദ്സിൻ്റെ ഭിത്തികൾക്ക് മുകളിൽ തലയുയർത്താൻ കുരിശ് സൈനികരെ അനുവദിക്കാത്ത വിധം അമ്പെയ്ത്തുകൾ നിപുണന്മാർ അസ്ത്രങ്ങൾ പെയ്തുകൊണ്ടേയിരുന്നു. തുടർന്ന് മുസ്ലിം സൈന്യം പട്ടണത്തിലേക്ക് നുഴഞ്ഞു കയറി. പട്ടണഭിത്തി തകരാൻ തുടങ്ങിയപ്പോൾ കുരിശ് പോരാളികൾക്ക് അടിയിളകാൻ തുടങ്ങി. അവരുടെ മനോവീര്യം തകർന്നുകൊണ്ടിരുന്നു. പട്ടണം ഉടനെ തന്നെ കീഴടക്കണമെന്ന് അവർക്ക് തോന്നി. ഈ സമയം ഖുദ്സിലെ കുരിശ് പടനായകൻ സലാഹുദ്ദീൻ അയ്യൂബി തൻ്റെ അടുക്കലേക്ക് 2 തവണ ദൂതന്മാരുടെ ഒരു സംഘത്തെ അയച്ചു. പിടിച്ചടക്കൽ നിന്ന് സുരക്ഷിതമായി സന്ധിയിലൂടെ രക്ഷപ്പെടാനായിരുന്നു അവരുടെ ലക്ഷ്യം. മുസ്ലിങ്ങൾക്കും ഏൽപ്പിച്ചു കൊടുക്കുന്നു. പകരം അവർക്ക് ആയുധങ്ങൾ എടുക്കാതെ ഖുദ്സ് വിട്ടുപോകാനുള്ള അവസരമുണ്ടാക്കി. പോകുന്നതിന് മുമ്പായി ഓരോരുത്തരും 1 ദിനാർ വീതം മുസ്ലിങ്ങൾക്ക് കൊടുക്കണം, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ തടവുകാരായി കഴിയേണ്ടി വരും. ഈ സന്ധി വ്യവസ്ഥ ഇരുപക്ഷവും അംഗീകരിക്കുകയും അവർ അതിന് തയ്യാറാവുകയും ചെയ്തു. ആ കൂട്ടത്തിൽ ചില വൃദ്ധന്മാരും വൃദ്ധകളും സലാഹുദ്ദീൻ അയ്യൂബിനെ കണ്ട് സമീപിച്ചു പറഞ്ഞു, ഞങ്ങളുടെ കൈവശം ഒരു നാണയത്തൊട്ട് പോലുമില്ല.
സലാഹുദ്ദീൻ അവരോട് പറഞ്ഞു, നിങ്ങൾ നിർഭയരായി പോയിക്കൊള്ളുക. ഇതാണ് മഹാനായ അയ്യൂബി കാണിച്ച സഹിഷ്ണുത. കുരിശുപടയാളികൾ ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കിയപ്പോൾ മുസ്ലിങ്ങളോട് ചെയ്ത മൃഗീയ ക്രൂരതകളായി ഇതിനെ താരതമ്യപ്പെടുത്താനാവില്ല. അന്ന് ഖുദ്സിൽ പ്രവേശിച്ച കുരിശുപട ജനങ്ങളെ മൃഗീയമായി കൂട്ടക്കൊല ചെയ്തു. കുട്ടികളെന്നോ വൃദ്ധരെന്നോ ദുർബലരെന്നോ ബലവാന്മാരെന്നോ സ്ത്രീകളെന്നോ യാതൊരു വിവേചനമില്ലാതെ സകലരെയും തെരുവിലിട്ട് കൂട്ടക്കൊല ചെയ്യുകയായിരുന്നു കുരിശുപടയാളികൾ. ഖുദ്സിന്റെ പുണ്യഭൂമിയിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു, അനവധി പേർ ഓടിപ്പോയി. സ്ത്രീകളും കുട്ടികളും യുവാക്കളും വൃദ്ധന്മാരും അടക്കം 100,000-ഓളം പേർ മസ്ജിദുൽ അഖ്സയിൽ അഭയം തേടി. അവർ ഭയവെപ്രാളത്തോടെ തങ്ങളുടെ വിധി കാത്തിരുന്നു. അവരെ കണ്ട് ക്രിസ്ത്യൻ സ്ഥാനപതി മറ്റൊന്നും ആലോചിച്ചില്ല. ആ ജനക്കൂട്ടത്തെ കൂട്ടക്കൊല ചെയ്യാൻ അയാൾ ഉത്തരവ് നൽകുകയായിരുന്നു. അതോടെ കൂട്ടക്കശാപ്പ് ആരംഭിക്കുകയും ചെയ്തു. നേരിയൊരു ചെറുത്തുനിൽപ്പ് പോലും നിരപരാധികളായ ആ ജനക്കൂട്ടത്തിൽ നിന്ന് ഉണ്ടായില്ല. കൂട്ടക്കൊലയുടെ ദൃസാക്ഷിയെ ഉദ്ധരിച്ചുകൊണ്ട് റെയ്മോൺ പാതിരി രേഖപ്പെടുത്തുന്നു, വളരെ ക്ലേശിച്ചു കൊണ്ടല്ലാതെ ശവങ്ങൾക്കിടയിലൂടെ കടന്നു പോകാൻ എനിക്ക് കഴിഞ്ഞില്ല. രക്തവും മുട്ടോളം എത്തിയിരുന്നു. ഇത് യൂറോപ്പിൽ എഴുതിയ ഇന്നും നിലവിലുള്ള വിശ്വസിക്കാവുന്ന ചരിത്രരേഖയായി ബാക്കിയുണ്ട്. സലാഹുദ്ദീൻ അയ്യൂബിൻ്റെ സഹോദരനും മറ്റു നിരവധി മുസ്ലിം പ്രഭുക്കന്മാരും മുന്നോട്ട് വന്ന് പണം നൽകാനാവാത്ത ഒട്ടേറെ പേരെ ഏറ്റെടുത്തു. എണ്ണമറ്റ ആളുകൾ ഇങ്ങനെ രക്ഷപ്പെട്ടു. എന്നിട്ടും അവശേഷിച്ച നിരവധി ആളുകൾ, ദരിദ്രരായ ഇവരെ സഹായിക്കാൻ സമ്പന്നരായ ക്രിസ്ത്യാനികൾ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇവരെയെല്ലാം സലാഹുദ്ദീൻ അയ്യൂബി വെറുതെ വിട്ടു. അങ്ങനെ ഹിജ്റ 583 റജബ് 27 അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ അഖ്സയിലേക്കുള്ള പ്രയാണ ആകാശരോഹണ യാത്ര ആ ദിവസം തന്നെ ഖുദ്സിന്റെ മോചനവും സാധ്യമായി. മസ്ജിദുൽ അഖ്സയിൽ ദീർഘകാലത്തിന് ശേഷം വീണ്ടും തൗഹീദിന്റെ മന്ത്രങ്ങൾ ഉയർന്നു. മുസ്ലിങ്ങൾ ആഹ്ലാദഭരിതരായി. തക്ബീറും തഹ്ലീലും അന്തരീക്ഷത്തിൽ അലയടിച്ചു. അവ ഖുദ്സിന്റെ ഭിത്തികളിൽ പ്രതിധ്വനിച്ചു. തുടർന്ന് മസ്ജിദുൽ അഖ്സയും ഖുബ്ബത്തു സഹ്റയും പുനരുദ്ധരിച്ചു. വിജയവാർത്ത മുസ്ലിം ലോകത്തിന്റെ സർവ്വദിക്കിലുമെത്തി. എങ്ങും ആഹ്ലാദം പടർന്നു. ഇസ്ലാമിക ലോകത്തിൻ്റെ മുക്കും മൂലകളിലെല്ലാം അക്സയുടെ വിമോചനം ആഹ്ലാദപൂർവ്വം കൊണ്ടാടപ്പെട്ടു. 1 മാസക്കാലം നീണ്ടുനിന്ന ഈ ആഹ്ലാദ പ്രകടനങ്ങൾ മൂന്നാമതും റിച്ചാർഡ് എന്ന നായകൻ്റെ നേതൃത്വത്തിൽ കുരിശു പോരാളികൾ ഖുദ്സിന് നേരെ വന്നെങ്കിലും സലാഹുദ്ദീൻ അയ്യൂബിൻ്റെയും മുസ്ലിം സൈന്യത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ അവർ തലകുനിച്ച് സന്ധിയിലേക്ക് പിൻവലിയേണ്ടി വന്നു. ഹിജ്റ 589 ക്രിസ്താബ്ദം 1193 സലാഹുദ്ദീൻ അയ്യൂബി കടുത്ത ക്ഷീണം അനുഭവപ്പെടുകയാണ്. പനിയും ശക്തിയായ തലവേദനയും ഉണ്ടായി. 12 ദിവസം അയ്യൂബ് റളിയല്ലാഹു അൻഹു രോഗിയായി കിടന്നു. തുടർന്ന് അതേ വർഷം തന്നെ മഹാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഖബറടക്ക വേളയിൽ സലാഹുദ്ദീൻ അയ്യൂബിൻ്റെ ഖബറിലേക്ക് ഇറങ്ങിയ ഖാളി അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഖഡ്ഗം ഖബറിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, സ്വർഗത്തിൽ ഈ ഖഡ്ഗം അദ്ദേഹം ഊന്നി നടക്കും. 16 കൊല്ലം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നടത്തിയ ജിഹാദിനും കുരിശ് സൈന്യത്തിനെതിരെ നേടിയ മഹത്തായ വിജയങ്ങൾക്കും ഈ ഘടകം സാക്ഷി നിൽക്കും. മുസ്ലിം നാടുകളെ സലാഹുദ്ദീൻ അയ്യൂബിൻ്റെ വിയോഗം തെല്ലൊന്നുമായിരുന്നില്ല വേദനിപ്പിച്ചത്. കാലക്രമത്തിൽ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സാംസ്കാരിക അസ്തിത്വവും അന്തസ്സും ദൃഢവിശ്വാസവുമെല്ലാം തീർത്തും അപ്രതീക്ഷിതമായ ഘട്ടത്തിൽ പൂർവോപരി ശക്തിയോടെ തിരികെ തരികയും ബൈത്തുൽ മുഖദ്ദസിൻ്റെ പുണ്യഭൂമി മുസ്ലിങ്ങൾക്ക് നേടിത്തരികയും ചെയ്ത ആ മഹാമനീഷിയുടെ വിയോഗത്തിൽ ലോകമൊന്നാകെ വേദനിച്ചു. കണ്ണീരൊലിപ്പിച്ചുകൊണ്ടിരുന്ന ലോക മുസ്ലിങ്ങളും മുസ്ലിം നാടുകളും മരണവാർത്ത യൂറോപ്പിലെത്തിയപ്പോൾ ക്രിസ്ത്യാനികൾ വരെ ദുഃഖം പ്രകടിപ്പിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളുമായി യുദ്ധത്തിലേർപ്പെട്ട മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കുമിടയിൽ സലാഹുദ്ദീനെ പോലെ സൽസ്വഭാവിയായ മറ്റൊരാളെയും ഞങ്ങൾ കണ്ടിട്ടില്ല. ക്രൈസ്തവർ ദുഃഖിക്കുക മാത്രമല്ല, അദ്ദേഹത്തെക്കുറിച്ച് ഗ്രന്ഥങ്ങൾ രചിക്കുക പോലും ചെയ്തു. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും വാഴ്ത്തുന്ന ആ ഗ്രന്ഥങ്ങൾ ഇന്നും നമുക്ക് ലഭ്യമാണ്. ചരിത്രം ഗുരുവാണ്. അതിൻ്റെ അധ്യാപനങ്ങൾ വർത്തമാനത്തിൽ പ്രതിഫലിക്കണം. അപ്പോഴേ ഭാവി ഭാസുരമാവുകയുള്ളൂ. ഇന്ന് മുസ്ലിങ്ങളിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൻ്റെ മോചനത്തെക്കുറിച്ചുള്ള സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുന്നു. സലാഹുദ്ദീൻ അയ്യൂബിൻ്റെ മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലാണ് അവരിന്ന് അകപ്പെട്ടിരിക്കുന്നത്. ആ മഹാൻ വില കുറഞ്ഞ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അംഗീകരിക്കാൻ സന്നദ്ധനായിരുന്നില്ല. ഖുദ്സിൻ്റെ ഒരു ഭാഗം വിട്ടുകൊടുക്കാൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല. 91 കൊല്ലം കുരിശുമേലാളന്മാരുടെ കൈകളിലായിരുന്നു ഖുദ്സ്. എന്നിട്ടും അത് വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ സലാഹുദ്ദീനും അദ്ദേഹത്തിൻ്റെ സഹപോരാളികൾക്കും നഷ്ടപ്പെട്ടിരുന്നില്ല. 1920 ഡമസ്കസ് കീഴടക്കിയ ജനറൽ ഗോറോ ഹമവി
മസ്ജിദിൻ്റെ ചാരത്തുറങ്ങുന്ന സലാഹുദ്ദീൻ അയ്യൂബിൻ്റെ ഖബറിൽ വാളുകൊണ്ട് തട്ടി ചോദിച്ചത് ലോകം അത് കേൾക്കുകയും ചെയ്തു. സലാഹുദ്ദീൻ, നോക്കൂ, ഞാൻ കുരിശു പടയാളികളുടെ പൗത്രനാണ്. എവിടെ നിന്റെ പൗത്രന്മാർ? ഭരണത്തിൻ്റെ ഉന്നതിയിൽ സിറിയയും ഈജിപ്തിനും പുറമെ ഇജാസും മെസോപ്പൊട്ടേമിയയും യമനും വടക്കൻ ആഫ്രിക്കയും എന്നിവയുടെ ഭാഗങ്ങളും അയ്യൂബി ഭരണത്തിൻ്റെ കീഴിൽ വരികയുണ്ടായി. എന്നിട്ടും തമ്പുകളിൽ കിടന്നുറങ്ങിയും പരുപരത്ത കമ്പിളി വസ്ത്രവും അണിഞ്ഞു നടക്കുന്ന പരിത്യാഗിയുടെ ജീവിതമായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബ് നയിച്ചിരുന്നത്. അദ്ദേഹം മരണപ്പെടുന്ന സമയം അദ്ദേഹത്തിൻ്റെ പക്കൽ സമ്പാദ്യമായി ആകെ ഉണ്ടായിരുന്നത് കേവലം 14 ദിർഹം മാത്രമായിരുന്നു. ഈ ആധുനിക യുഗത്തിൽ എത്രയെത്ര മുസ്ലിം രാജ്യങ്ങളുണ്ട്, മുസ്ലിം ഭരണാധികാരികളുണ്ട്. ലോകത്ത് മുസ്ലിങ്ങൾക്കെതിരെ വ്യാപകമായ അതിക്രമങ്ങളും അനീതികളും പെരുകുമ്പോൾ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിവില്ലാത്ത സുഖലോലുപതിൽ കഴിയുന്നവർ സലാഹുദ്ദീൻ അയ്യൂബിയെ പഠിക്കേണ്ടിയിരിക്കുന്നു. സലാഹുദ്ദീൻ പഠിച്ച ദീനിനെ പഠിക്കേണ്ടിയിരിക്കുന്നു. സലാഹുദ്ദീൻ എന്ന മനുഷ്യൻ്റെ മാനവികതയെ, കാരുണ്യത്തെ, ധീരതയെ, ലാളിത്യത്തെ എല്ലാം പഠിക്കേണ്ടിയിരിക്കുന്നു.